ഹലോ, ഞാൻ കെ ടി കുട്ടൻ, ദ ഡയറക്ടർ ഓഫ് JBM സക്സസ് സൊല്യൂഷൻ. അപ്പോൾ നമ്മൾ ഈ റിട്ടയർമെൻറ്റ് കാലാവധിയിൽ ഏകദേശം 62 ഓവർ ഈ ഏജ്ഡ് കാലത്ത് നമ്മൾ ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും ഒക്കെ നല്ല സഫീഷ്യൻ്റായിട്ട് മുന്നോട്ട് പോകുന്നു. എന്താ കാരണം വെച്ചാൽ ഏറ്റവും കൂടുതൽ ഞാൻ പ്രിഫർ ചെയ്യണത് ജോബ് കൊടുക്കുവാനും ബിസിനസ്സിലൂടെ വരുമാനം കണ്ടെത്തണം. അപ്പോൾ ഒരു വ്യക്തിക്ക് മതിയായി ജീവിക്കാൻ വേണ്ടിയിട്ട്, അവർക്ക് സമ്പത്ത് വരാൻ വേണ്ടിയിട്ട് അത് നല്ല തൊഴിലിലൂടെ ബിസിനസ്സിലൂടെ മാത്രമേ കഴിയൂ. അത് തന്നെയാണ് എൻ്റെ JBM എന്ന് പറഞ്ഞത്. J എന്ന് വെച്ചെങ്കിൽ ജോബ്, B എന്ന് വെച്ചാൽ ബിസിനസ്, ആൻഡ് M എന്ന് വെച്ചാൽ മണി ഏണിങ്. അതങ്ങനെയാണ് JBM സക്സസ് സൊല്യൂഷൻ. ആ JBM നമുക്ക് വെൽത്തിന് സക്സസ് ആയിട്ട് നമുക്ക് എങ്ങനെ സൊല്യൂഷൻ ചെയ്യാം, എങ്ങനെ സൊല്യൂഷൻ കണ്ടെത്താം, അങ്ങനെ പല മാർഗങ്ങളും ഞാൻ ചെയ്തു വച്ചിട്ടുണ്ട്. ഞാൻ ഓൾറെഡി ഒരു സിവിൽ എഞ്ചിനീയറാണ്. ഒരു ഗവൺമെൻറ് സർവീസിൽ നിന്നും അസിസ്റ്റൻ്റ് എഞ്ചിനീയർ തസ്തിയിൽ നിന്നും റിട്ടയർഡ് ആയതാണ്. ഇന്ന് കുറച്ച് നേരം മുമ്പ് ഞാനൊരു ജോലിക്ക് വേണ്ടിയിട്ട് ഒരു ഇൻ്റർവ്യൂ കഴിഞ്ഞപ്പോൾ എത്തിയുള്ളൂ, ഒരു ഡിപ്പാർട്ട്മെൻറ്റിന് വേണ്ടിയിട്ട്. അപ്പം റിട്ടയർഡ് ഹാൻഡ്സിന് അവർക്ക് ആവശ്യമുണ്ട് അതിന് വേണ്ടിയിട്ട്. അപ്പം ഞാൻ തൊഴിലിന് വേണ്ടിയിട്ടും ആൾക്കാർ സമ്പത്തിന് വേണ്ടിയിട്ടും കൂടുതൽ പറയാൻ കാരണം, ഞാൻ ജനിച്ചു വളർന്ന പരിസ്ഥിതിയും ചുറ്റുപാടുള്ള ആൾക്കാരും വളരെ സാമ്പത്തിക ശേഷി കുറഞ്ഞ ആൾക്കാരായിരുന്നു. ഞാനും വളരെ കഷ്ടപ്പെട്ടാണ് ജീവിച്ചതും പഠിച്ചതും ഈ നില വരെ എത്തിയതും. ഇപ്പോഴും ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. ഒപ്പം തന്നെ വേറെ കാര്യം, ഞാൻ താമസിക്കുന്ന ഏരിയയിൽ വളരെ ക്രൗഡായിട്ടുള്ള ഏരിയയാണ്. 100 വീടുകളുണ്ട്. അവിടെ ഇതുപോലെ തന്നെ നമ്മുടെ യൂത്ത് കുട്ടികൾ റോങ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളിലൊക്കെ ഏർപ്പെട്ട് അവരെങ്ങനെ മുന്നോട്ട് പോവാണ്. അപ്പം എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, ഇവരുടെ ബലഹീനത, സാമ്പത്തിക ബലഹീനത, ശരിക്കും പറഞ്ഞാൽ ദാരിദ്ര്യം മറ്റുള്ളവർ മുതലെടുത്തിട്ട് അവരുടേതായിട്ടുള്ള ട്രാക്കിൽ കൊണ്ടുപോയിട്ട് ബലിയാടാക്കാണ്, അടിമകളെ പോലെ. അങ്ങനെ ഒരിക്കലും ആവാൻ പാടില്ല. നമുക്ക് നമ്മുടേതായിട്ടുള്ള അറിവും കഴിവും എനർജിയും പേഴ്സണാലിറ്റിയൊക്കെ ഉണ്ട്. അത് വെച്ചിട്ട് ഒരാൾക്കും ബുദ്ധിമുട്ട് വരാത്ത രൂപത്തിൽ, നമ്മുടെ രാജ്യത്തിനോ നമ്മുടെ സമൂഹത്തിനോ ബുദ്ധിമുട്ട് വരാത്ത രൂപത്തിൽ നമുക്ക് ജോലി ചെയ്ത് സമ്പത്ത് കണ്ടെത്താനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ 4 കമ്പനി ഏകദേശം രജിസ്റ്റർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ ഫസ്റ്റാണ് JBM സക്സസ് സൊല്യൂഷൻ. ഈ JBM സക്സസ് സൊല്യൂഷൻ ഞാൻ അതിൻ്റെ പ്രോജക്റ്റ് 10 ലക്ഷം പേർക്ക് തൊഴിൽ കൊടുക്കുന്ന ഒരു പ്രോജക്റ്റ് ഞാൻ കേരളത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതിനെ പറ്റി ഒന്നും അറിഞ്ഞില്ല. അതിനെ കൊടുത്തതിന് ശേഷം അതിനെ പറ്റിയൊന്നും അറിയില്ല. പിന്നത്തെ ഒരു പ്രോജക്റ്റാണ് നമ്മൾ ബ്രദേഴ്സ് എഞ്ചിനീയറിംഗ് ട്രെയിനിങ് സെൻറ്റർ. അത് ഞാൻ ഏകദേശം 95-ൽ ക്രിയേറ്റ് ചെയ്തതാണ്. അപ്പോൾ അതിലൂടെ എന്ന് വെച്ചെങ്കിൽ നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ അന്യസംസ്ഥാനക്കാർ വന്നിട്ട് ജോലി ചെയ്ത് സമൃദ്ധിയായിട്ട് ഇവിടുന്ന് അവർ ഇൻകം ജനറേറ്റ് ചെയ്യുന്നുണ്ട്, നല്ലതായിട്ട് വരുമാനം കിട്ടുന്നുണ്ട്. ഈ വരുമാനം കംപ്ലീറ്റ് അവർ ATM-ലൂടെയും പിന്നെ മണി ഓർഡറൊക്കെ ആയിട്ട് അവർ നാട്ടിലേക്ക് അയച്ചിട്ട് അവരുടെ കുടുംബം അവരുടെ ഇതൊക്കെ അവിടെ മണി സർക്കുലേഷൻ നല്ല നടന്ന് അവർ മാന്യമായിട്ട് ഒരു ഫിനാൻഷ്യൽ ഇതിലേക്കാണ് ജീവിക്കുന്നുണ്ട്. നമ്മുടെ അടുത്ത് ആ മണി സർക്കുലേഷൻ നമ്മുടെ വരുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ലോക്കലായിട്ടുള്ള ഒരു സാമ്പത്തിക പ്രതിസന്ധി മറ്റുള്ള കടകളിലും അതെല്ലാം ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ നമ്മൾ കൂടുതൽ തൊഴിലിൽ എൻഗേജ്ഡ് ആവുക. നമ്മുടെ അവിടെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജോലി സാധ്യതയുള്ളത് നിർമ്മാണ മേഖല. ആ നിർമ്മാണ മേഖലയിലാണ് ഞാൻ ഏറ്റവും കൂടുതൽ എൻഗേജ്ഡ് ആയിരിക്കുന്നത്. ഞാൻ ശരിക്കും പറഞ്ഞ 2000-ലേക്ക് ജോലി കിട്ടുന്നതിന് മുമ്പ് ഞാൻ പ്ലാനൊക്കെ വരച്ച് കുറ്റിയടിച്ച് നടന്നിട്ടാണ്. അപ്പോൾ കുറ്റിയടിക്കുമ്പോൾ ഞാൻ വാസ്തു നോക്കിയിട്ടാണ് പ്ലാനൊക്കെ വരയ്ക്കുക. അതുപോലെ കുറ്റിയടിക്കുന്നതും വാസ്തു നോക്കിയിട്ടാണ്. അതുപോലെ നമ്മൾ കോലും നമ്മൾ ദണ്ണും കോലൊക്കെ വെച്ചിട്ട് കുറ്റിയടിച്ചിട്ടുണ്ട്. അതുപോലെ കിണറിന് സ്ഥാനം കാണലും വീടുന്ന സ്ഥാനങ്ങളും ലക്ഷണ പറയലും താമ്പൂൽ ലക്ഷണം ഇതൊക്കെ ഞാൻ പറയാറുണ്ട്. പക്ഷെ 2000-ൽ നമുക്ക് ജോലി കിട്ടിയപ്പോൾ ആ ഗവൺമെൻറ് ജോലിയുടെ ഭാഗമായിട്ട് മാറിയപ്പോൾ ഇതെല്ലാം വിട്ടു.
പാരലായിട്ട് നമുക്കൊരു കൺസ്ട്രക്ഷൻ കൊണ്ടുപോകാൻ പറ്റില്ല. എന്ന് വെച്ചാൽ നമ്മൾ കേരളത്തിൻ്റെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ എല്ലാ ജില്ലയിലും ഞാൻ ജോലി ചെയ്ത കാരണം ട്രാവലിംഗ് വളരെ ബുദ്ധിമുട്ടായിരുന്നു, സ്റ്റേ ചെയ്യേണ്ട കാര്യം ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള കുറേ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. പക്ഷെ ഞാനൊരു കാര്യം പറയാം, എൻ്റെ ഫസ്റ്റ് പ്രോജക്റ്റ് തൃശ്ശൂരിലായിരുന്നു. ആ പ്രോജക്റ്റ് ഞാൻ 100 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്തിട്ട് നമ്മൾ മന്ത്രി കണിയാമ്പറമ്പിലിനോണ്ട് ഞാൻ ഉദ്ഘാടനം കഴിക്കാൻ കഴിഞ്ഞു. ശരിക്കും പറഞ്ഞ ഒരു ഡിപ്പാർട്ട്മെന്റ് പ്രോജക്റ്റ്, അത്ര വലിയ പ്രോജക്റ്റ്, അതൊരു 5 വർഷമൊക്കെ എടുക്കും. 2 വലിയ ഗോഡൗണും ഓഫീസ് ബിൽഡിങ്ങും ലേബർ ഷെഡും റോഡ് ചുറ്റുമതിൽ അതുപോലുള്ള എല്ലാ കാര്യങ്ങളുമായിട്ട് നമ്മൾ 100 ദിവസം കൊണ്ട് നമ്മൾ കംപ്ലീറ്റ് ആക്കി. വളരെ കഠിനമായി അത് കംപ്ലീറ്റ് ആക്കി അദ്ദേഹത്തിന് ഉദ്ഘാടനം ചെയ്യാനായിട്ടുള്ള വേദി ഒരുക്കി കൊടുത്തു. അതുപോലെ തന്നെ നമ്മൾ ഗവൺമെൻറ് സർവീസിന് നമ്മൾ ത്രൂ ഔട്ട് നമുക്ക് നല്ലൊരു ഇതിൽ നമുക്ക് സർവീസ് ചെയ്യാൻ പറ്റി. നമ്മൾ അങ്ങനെ സമയം കളയാതെ ഉച്ചനേരത്തൊക്കെ എന്തെങ്കിലുമൊക്കെ ക്രിയേറ്റ് ചെയ്ത് ഒരു പ്ലാൻ വരച്ച് നമ്മുടെ ആ സ്ഥാപനത്തിൽ ഞാൻ ജോലി ചെയ്യുന്ന എനിക്ക് ശമ്പളം തരുന്ന ആ സ്ഥാപനത്തിന് മാക്സിമം മുതൽ കൂട്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. എവിടെയൊക്കെ സ്പേസ് ഉണ്ടോ അവിടെയൊക്കെ നമ്മൾ പരമാവധി പ്ലാൻ വരച്ച് അവിടെ പ്രോജക്റ്റൊക്കെ എസ്റ്റിമേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു ദിവസം നമ്മുടെ മാനേജിംഗ് ഡയറക്ടർ ചോദിച്ചു, ഏതെങ്കിലും ഒരു പ്ലാനൊക്കെ റെഡി ആയിട്ട് ഇരിക്കണമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ നിന്നിട്ട് ഞാൻ പറഞ്ഞു എൻ്റെ ഞാൻ റെഡിയാക്കി വെച്ചിരുന്നു പറഞ്ഞു. അങ്ങനെ നമ്മൾ കൊഴിഞ്ഞമ്പാറ നമുക്ക് ഒരു പ്രോജക്റ്റിന് വേണ്ടിയിട്ട് സെൻട്രൽ ഗവൺമെൻറ് ഒരു 3 കോടി രൂപ നമുക്ക് ഗ്രാൻഡായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളുടെ ആ പ്ലാൻ കൊണ്ട് കഴിഞ്ഞു. അതുപോലെ അഡ്വാൻസായിട്ട് നമ്മൾ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യും. നമ്മൾ റിട്ടയർ സമയത്തിന് തൊട്ട് മുമ്പ് അവിടെ ഒരു പ്രോജക്റ്റ്, ആ പ്രോജക്റ്റിൻ്റെ എംബ്ലം പലരും കണ്ടിട്ടുണ്ടാവും. അത് ഒരു നല്ലൊരു പ്രോജക്റ്റായിരുന്നു. ആ പ്രോജക്റ്റ് ഇംപ്ലിമെൻ്റ് ആവുകയാണെങ്കിൽ 20 കോടി ലാഭം കിട്ടുമെന്നാണ് ഞാൻ പറഞ്ഞത്. അത് ശരിക്കും പറഞ്ഞാൽ 100 കോടി കിട്ടിയേനെ. അതിന് സമാന്തരമായിട്ടൊരു സെൻട്രൽ ഒരു സ്ഥാപനമുണ്ട്. അവർക്ക് ആ സമയത്ത് ഏറ്റവും കൂടുതൽ അവർക്ക് ലാഭം കിട്ടിയത് ആ പ്രോജക്റ്റ് കൊണ്ടാണ്. ആ പ്രോജക്റ്റ് തന്നെയാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. അപ്പം നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഗവൺമെൻറ് സർവീസിൽ നമ്മൾ വെച്ചെങ്കിൽ മാക്സിമം ചെയ്തിട്ട് നമുക്കൊരു സിഗ്നേച്ചർ ഇട്ട് വരാനും അതുപോലെ തന്നെ നല്ല രീതിയിൽ ജോലി ചെയ്ത് വരാനും. അപ്പോൾ നമ്മൾ ആരും മുഖം നോക്കില്ല. നമ്മളിങ്ങനെ ജോലി ചെയ്ത് പോകുമ്പോൾ നമുക്ക് കുറേ ശത്രുക്കളും കാര്യങ്ങളൊക്കെ വരും. അതൊക്കെ നെവർ മൈൻഡ്. നമ്മൾ ജോലി ചെയ്യുമ്പോൾ അതിന് കിട്ടുന്ന എന്ത് പെയിൻ വന്നാലും നമുക്കത് ഒരു നല്ലൊരു ഇതാണ്. അത് പെയിൻ വരുമ്പോഴാണ് കൂടുതൽ ചെയ്യാൻ പറ്റുക. അപ്പോൾ ഞാനിപ്പോഴും ലൈവായിട്ട് നമുക്ക് ഇത്രയ്ക്കും സ്മാർട്ടായിട്ടിരിക്കാൻ പറ്റുന്നത് നമ്മൾ ഓരോ സമയത്ത് ജോലി ചെയ്യുമ്പോൾ നല്ല സ്മാർട്ടായിട്ട് നമ്മൾ ജോലി ചെയ്ത് കഴിഞ്ഞാൽ ആ എനർജി നമ്മുടെ ശരീരത്തിൽ അങ്ങനെ ത്രൂ ഔട്ട് റണ്ണിങ് വരും. അതുപോലെ നമ്മൾ പരമാവധി നല്ല കാര്യം ചെയ്യുമ്പോൾ. അപ്പം ബ്രദേഴ്സ് എഞ്ചിനീയറിംഗ് ട്രെയിനിങ് സെൻ്ററിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചെങ്കിൽ നമ്മളവിടെ കുറേ തൊഴിലാളി ചെറുപ്പക്കാരുണ്ട്. അത് നിർമ്മാണ മേഖലയിൽ എനിക്ക് എൻ്റെ പ്രൊഫഷൻ സിവിൽ എഞ്ചിനീയറാണ്, കൺസ്ട്രക്ഷനാണ്. അതിൽ മാക്സിമം നമുക്കൊരു കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പല കാര്യങ്ങളും ഞാൻ ലോ കോസ്റ്റ് സ്പെഷ്യലിസ്റ്റാണ്, വാസ്തു സ്പെഷ്യലിസ്റ്റാണ്, പ്രീഫാബ് സ്റ്റീൽ കൊണ്ടുള്ള സ്ട്രക്ചർ നമുക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓരോ കാര്യം നമ്മൾ ചെയ്യുമ്പോഴും അതിൽ സ്പെഷ്യലിസ്റ്റ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കും. എന്ന് വെച്ചെങ്കിൽ അത് അങ്ങനെയാണ് എൻ്റെ മെത്തേഡ്. നമ്മൾ ഒരു ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിനെ പാരലായിട്ട് അതിൻ്റെ അഡ്വാൻസിൽ ചിന്തിച്ച് നമ്മൾ മുന്നോട്ട് പോകും. അപ്പം അതിന് നമ്മൾ ട്രെയിനിങ് സമയത്ത് നമ്മൾ യൂത്തിന് നമ്മൾ ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നമുക്ക് ഇംഗ്ലീഷിലൊക്കെ നമ്മൾ ട്രെയിനിങ് കൊടുക്കുക, സ്കില്ല് നിർമ്മാണ മേഖല സ്കില്ല് കൊടുക്കുക. ലോകത്ത് എല്ലാ രാജ്യത്തും സർപ്ലസ് ആയിട്ട് വേക്കൻസി ഉണ്ട്. ഇപ്പം നമ്മുടെ ഇസ്രായേലിൽ നമുക്ക് നമ്മുടെ ഗവൺമെൻറ്റിനോട് 1,00,000 പേരെ ചോദിച്ചിട്ടുണ്ട്. അതുപോലെ പല തരത്തിൽ യുദ്ധങ്ങളും പല നാച്ചുറലായിട്ട് എന്തെങ്കിലും കലാമിറ്റീസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവിടെയൊക്കെ റീബിൽഡ് ചെയ്യാനായിട്ടുള്ള കണ്ടമാനം ഫോഴ്സ് വേണം. അപ്പോൾ ഇതിൻ്റെ ഒരു അഡ്വാൻസ്ഡായിട്ട് ഞാൻ ഇപ്പം ഉണ്ടാക്കിയ ഒരു പ്രോജക്റ്റാണ് വർക്ക് ഫോഴ്സ് അബണ്ടൻ്റ് ഓഫ് ഇന്ത്യ. അത് നോക്കിയപ്പോൾ നമ്മൾ വേൾഡിൽ നോക്കിയപ്പോൾ വർക്ക് ഫോഴ്സ് അബണ്ടൻ്റ് ഓഫ് വേൾഡ് എന്ന് പറഞ്ഞിട്ടൊരു പ്രോജക്റ്റ് കണ്ടു. അപ്പോൾ അതിനനുസരിച്ച് ഇന്ത്യക്ക് നമുക്ക് അത് ഒരു പ്രദാനം ചെയ്യാൻ വേണ്ടിയിട്ടൊരു ക്രിയേഷൻ നടക്കണം ചെയ്തത്. അത് ചെയ്യേണ്ട കാരണം വെച്ചാൽ
നമ്മുടെ പ്രധാനമന്ത്രി എപ്പോഴും പറയുന്നൊരു കാര്യമാണ് 65% നമ്മളുടെ യൂത്ത് ഉണ്ട്. ആ യൂത്ത് എന്ന് പറഞ്ഞാൽ ബിലോ 35, അതാണ് നമ്മുടെ മെച്യൂരിറ്റി. അവരുടെ എനർജിയും അവരുടെ കഴിവും അവരുടെ ടാലൻറ്റും നമ്മൾ വേണ്ട മാതിരി നമ്മൾ അത് നമുക്ക് ആക്റ്റീവാക്കാനും അത് രാജ്യത്തിൻ്റെ ഒരു ഭാഗമാക്കാനും നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ ലോകത്ത് നമ്പർ 1 ഒരു രാജ്യമായിട്ടും നല്ല ഫിനാൻഷ്യൽ ഇൻകം ജനറേറ്റ് ചെയ്യുന്ന രാജ്യമായിട്ടും നമുക്ക് ഇന്ത്യക്ക് മാറാൻ കഴിയും. ഒരു സംശയമില്ല. ഞാൻ UAE-യിലും ഒമാനിലൊക്കെ പോയി ജോലി ചെയ്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, ഞാൻ UAE-ൽ ജോലി ചെയ്യുന്ന സമയത്ത് അവിടെ ഞാൻ ചൈനക്കാരവിടെ സാധനങ്ങൾ വിൽക്കാൻ വരും. അപ്പം നമ്മൾ ചോദിക്കുമ്പോൾ അവർക്ക് 100 റുപ്പീസ് പോലും ഇംഗ്ലീഷിൽ പറയാൻ പറ്റുന്നില്ല. അവർ കാൽക്കുലേറ്ററിൽ 100 അടിച്ചിട്ട് നമുക്ക് കാണിച്ചിട്ടാണ് അവർ റേറ്റ് പറഞ്ഞത്. എന്ന് വെച്ചെങ്കിൽ ചൈനയിലൊക്കെ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ ലിറ്ററസി വളരെ മോശമാണ്, അവർക്ക് അറിയില്ല. ആ സ്ഥാനത്ത് നമ്മുടെ ഇന്ത്യ അന്ന് കേരളം ഇംഗ്ലീഷ് ലിറ്ററസിയിൽ നമ്പർ 1 ആണ്. മനസ്സിലാവുണ്ടാവില്ല. അപ്പോൾ ഇംഗ്ലീഷ് അറിഞ്ഞു കഴിഞ്ഞ് ലോകത്തിൻ്റെ എവിടെ വേണമെങ്കിലും പോയി അവന് ജോലി ചെയ്യാനും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ട്രെയിനിങ് കൊടുത്തിട്ട് നമ്മൾ കുട്ടികളെ എല്ലാ രാജ്യത്തേക്കും നമ്മൾ നിർമ്മാണ മേഖലയ്ക്ക് അയക്കുകയാണെങ്കിൽ വർക്ക് ഫീസ് എന്ന് പറഞ്ഞാൽ വളരെ ഈസിയാണ്. അത് കാര്യമായിട്ട് ചെക്കിങ് കാര്യമായിട്ടുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻ ഇല്ല. അത്യാവശ്യം സ്കില്ല് അറിയണം, ബെസ്റ്റ് ഫിസിക്കൽ അറിയണം. കഴിഞ്ഞാൽ നമുക്ക് നേരിട്ട് ഏത് കമ്പനിയാണ് നേരിട്ട് നമ്മൾ അവരുടെ വെബ്സൈറ്റിൽ കയറിയിട്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ അതിന് വിസയ്ക്ക് പൈസ വരില്ല. അപ്പോൾ വളരെ ഫ്രീ ആയിട്ട് നമുക്ക് പോകാൻ പറ്റും. പക്ഷെ ഞാൻ അവരോട് പറയുന്നത് 2 വർഷം ജോലി ചെയ്യാനാണ് പറയുന്നത്. 2 വർഷം കഴിഞ്ഞതിന് മുമ്പ് അവരുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് അവിടെ ഒരു സീറ്റ് റിസർവ് ചെയ്ത് വരണം. പിന്നെ നാട്ടിൽ വന്ന് പിന്നെ പോണത് ആ റിസർവ് ചെയ്ത കസേരയിലേക്ക് പോകാൻ പാടുള്ളൂ. അങ്ങനെ 2ാമത്തെ 3ാമത്തെ പ്രാവശ്യം തിരിച്ച് പോകുമ്പോൾ അവർക്ക് അവിടെ സിറ്റിസൺ എടുക്കുന്ന രൂപത്തിൽ ഒരു ഇതായിട്ട് വരും. ഇതിൻ്റെ ഏറ്റവും ബെനിഫിറ്റ് എന്ന് വെച്ചെങ്കിൽ ഏത് കൺട്രിയിലേക്ക് പോകണോ അവിടുത്തെ ലാംഗ്വേജും അവിടുത്തെ നേച്ചറും അതിൻ്റെ എല്ലാ കാര്യങ്ങളും പഠിക്കാനായിട്ട് നമുക്ക് വർക്ക് ചെയ്ത് ശമ്പളം കിട്ടിയിട്ട് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. മുൻകൂട്ടി ഭാഷ പഠിച്ച് മറ്റു കാര്യങ്ങളൊന്നും പഠിച്ച് അവിടുത്തെ കാര്യങ്ങൾ ട്രെയിനിങ് പഠിച്ച് പോകേണ്ട ആവശ്യമില്ല. അതാണ് അതിൻ്റെ ബെനിഫിറ്റ്. പിന്നെ നമ്മൾ പഴമയിലൊരുമ, അതൊരു ഇ-കൊമേഴ്സ് ഇതാണ്. അത് ട്രഡീഷണൽ നമ്മുടെ പ്രൊഡക്റ്റും മറ്റുള്ള നമ്മുടെ സർവീസും ഒക്കെ നമ്മൾ ലോകത്തിന് വേണ്ടി കാഴ്ചവെക്കുകയാണെങ്കിൽ നമ്മുടെ ഇവിടുത്തെ പാവം ആർട്ടിസൻസിനൊക്കെ വെച്ചെങ്കിൽ അവരുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് ഒരു വേൾഡിന് അനുപാതികമായിട്ട് റേറ്റ് കിട്ടാനും അവർക്ക് നല്ലൊരു സമ്പത്ത് ഉണ്ടാക്കാനും പറ്റും. ഒപ്പം തന്നെ നമ്മുടെ കൈവിട്ടു പോകുന്ന ഓരോ സാങ്കേതിക വിദ്യയുണ്ട്. സാങ്കേതിക വിദ്യ വെച്ചെങ്കിൽ ട്രഡീഷണലായിട്ട് ഐഡിയകൾ, അപ്പം അത് പലതുണ്ട്. അതൊക്കെ നമ്മൾ നമ്മൾ അതിൻ്റെ പാറ്റൻ്റ് എടുത്തിട്ടോ ട്രേഡ് മാർക്ക് എടുത്തിട്ടോ നമ്മളത് വേണ്ടതിന് ഇതാണെങ്കിൽ നമ്മൾ അടുത്ത ജനറേഷന് പോലും നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും. അതങ്ങനെ കൈമാറാത്ത കാരണം പല ഇങ്ങനെയുള്ള കൺസെപ്റ്റുകളൊക്കെ നമുക്ക് മൺമറിഞ്ഞ് പോയിട്ടുണ്ട്. അതും കൂടിയിട്ടാണ് നമ്മൾ കാര്യം ചെയ്യണത്. അപ്പം ഇങ്ങനെയുള്ള പ്രോജക്റ്റുകളൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ ഞാൻ 5 പ്രോജക്റ്റ് സ്റ്റാർട്ടപ്പിന് വേണ്ടിയിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്, ഇത് കോടികളുടെ പ്രോജക്റ്റ് ചെയ്യാനായിട്ട്. അപ്പം ഞാൻ എന്തെങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് ഓരോ ദിവസം ദൈവം ഓരോ വെളിപാട് തരും. അത് നമ്മൾ വെളിപാട് തരുന്നത് നമ്മൾ അതിനനുകൂലമായിട്ട് നമ്മുടെ മൈൻഡും നമ്മുടെ കായികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചാൽ മാത്രമേ വെളിപാട് വരുള്ളൂ, അല്ലാത്തവർക്ക് വരില്ല. അപ്പോൾ കറക്റ്റായിട്ട് ട്രാക്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അവിടേക്ക് ഓരോ ഐഡിയകൾ വരും. ആ ഐഡിയകൾ നമ്മൾ സമയത്ത് നമ്മളൊരു പ്രോജക്റ്റായിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഉപകാരപ്പെട്ടില്ലെങ്കിലും അത് നമുക്ക് എൻ്റെ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ നമ്മൾ അത് കൊടുക്കുന്നുണ്ട് നമ്മൾ. അപ്പോൾ അത് നമുക്ക് പിന്നീട് റെഫറൻസ് വരും. ഫോർ എക്സാമ്പിൾ, ഒരു നടൻ എന്നിരിക്കാം, അയാൾ പല സിനിമയിൽ അഭിനയിച്ചു പല കാര്യങ്ങളൊക്കെ ഉണ്ടെന്നിരിക്കും. അദ്ദേഹം മരിച്ചു പോയാലും അദ്ദേഹത്തിൻ്റെ സിനിമകളൊക്കെ കാണുമ്പോൾ നമുക്ക് അയാളെ പെട്ടെന്ന് മെമ്മറി ചെയ്യാൻ പറ്റും, അയാളെ ഇത് ചെയ്യാൻ പറ്റും. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എൻ്റെ പ്രോജക്റ്റ് എന്ന് വെച്ചാൽ വേറൊരു പ്രോജക്റ്റ് എന്ന് വെച്ചെങ്കിൽ ഫിനാൻഷ്യൽ ഫ്രീഡം ഓഫ് എവരി പീപ്പിൾ ആൻഡ് ഫാമിലി. അപ്പോൾ അങ്ങനൊരു പ്രോജക്റ്റും കൂടെ ഉണ്ട്. അതിന് നമ്മൾ പല ഓപ്ഷനുകളിലൂടെ പോകുമ്പോൾ മാത്രമാണ് ഫിനാൻഷ്യൽ ഫ്രീഡം വരിക. നമ്മൾ
പറയണ മാതിരി ആ ട്രാക്കിലൂടെ പോയാൽ മാത്രം ഫിനാൻഷ്യൽ ഫ്രീഡം കിട്ടുള്ളൂ. അതുപോലെ തന്നെ നമ്മളിപ്പം 102 ബാങ്കുകളുടെ DS എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സൊസൈറ്റിയുടെ നമ്മൾ അതിൻ്റെ സർവീസ് എടുത്തിട്ടുണ്ട്. ഇൻഷുറൻസിൻ്റെ സർവീസ് എടുത്തിട്ടുണ്ട്. എൻ്റെ കൺസെഷനും അതിൻ്റെ സകല കാര്യങ്ങളും നമ്മൾ അത് പ്രോഗ്രാമിൽ കൊണ്ടുവന്ന് ഈ സർവീസുകളൊക്കെ നമുക്ക് ഏജന്റുമാരിലൂടെ നമുക്ക് മറ്റുള്ള ജനങ്ങൾക്ക് നമുക്ക് കൈമാറുകയാണെങ്കിൽ അതിൽ നിന്ന് സർവീസ് ചാർജ് കിട്ടും. ഈ സർവീസ് ചാർജ് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടും അവർക്കൊരു വരുമാന മാർഗം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. 10 പൈസ ഒരാൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അവർ നമ്മൾ പറയണ മാതിരി സർവീസ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് അതിൻ്റെ ഇൻകം ജനറേറ്റ് ചെയ്ത് കിട്ടും. നമുക്കത് പാസ് ചെയ്യാൻ പറ്റും. അതാണ് നമ്മുടെ പ്രോജക്റ്റ്. അങ്ങനെ നമ്മൾ പല പ്രോജക്റ്റാക്കി വെച്ചിട്ടുണ്ട്. വെച്ചെങ്കിൽ മെയിൻലി നമ്മൾ ഉദ്ദേശിക്കുന്നത് വെച്ചെങ്കിൽ ഫിനാൻഷ്യൽ ഫ്രീഡം. നമ്മൾ 3.5 കോടി ജനങ്ങൾ നമ്മുടെ കേരളത്തിലുണ്ട്. അത്രം ചെറിയൊരു ലൊക്കേഷനിൽ നമ്മൾ അത്രം സർപ്ലസ് ആയിട്ട് നമ്മൾ ജീവിക്കുമ്പോൾ ഇവരുടെ ആവശ്യങ്ങളൊക്കെ നടത്തി കൊടുക്കാനായിട്ട് നമ്മളൊരു സിസ്റ്റം ഉണ്ടാക്കി കഴിഞ്ഞാൽ, ഓരോ കാര്യങ്ങൾ നടത്തി കൊടുക്കാൻ സിസ്റ്റം ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ സിസ്റ്റത്തിൽ എൻഗേജ്ഡ് എന്ന ആൾക്കാർക്ക് അതിൻ്റെ സർവീസ് ചാർജ് കിട്ടുകയും അത് അവർക്കും ഈ ഫാമിനും നമുക്ക് മുതൽക്കൂട്ടായിട്ട് പോകാനൊക്കെ പറ്റും. അതിൽ നമ്മൾ പല പ്രോജക്റ്റും നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ തൃശ്ശൂർ ടൗണിൽ തന്നെ നമ്മൾ നല്ലൊരു ഓഫീസൊക്കെ എടുത്തിട്ട് നമ്മൾ മുന്നോട്ട് പോയതാണ്. നിർഭാഗ്യവശാലും നമുക്ക് ആ സാമ്പത്തിക ബാക്കപ്പ് ഇല്ലാത്ത കാരണം ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥന് അങ്ങനെ ഒരു സാമ്പത്തിക ബാക്കപ്പ് ഉണ്ടാവില്ലല്ലോ. അതിനാൽ നമുക്ക് അതിന് ദൂരം നമുക്കത് പോകാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് നമ്മളത് ക്ലോസ് ചെയ്തു. നല്ല ഇതായിരുന്നു, നല്ല ഗ്ലാസ് പാർട്ടീഷനായിട്ട് AC ഒക്കെ വെച്ചിട്ട് സകല ഫർണിച്ചറൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ എൻ്റേതായ അന്തസ്സിന് ഞാനൊരു ഓഫീസൊക്കെ ക്രിയേറ്റ് ചെയ്തു. അവിടെ നമ്മൾ ഈ JPM സക്സസിൻ്റെ പ്രോജക്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. നിർഭാഗ്യവശാലും നമുക്കത് വേണ്ട മാതിരി ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റില്ല. എന്താണെന്നറിയില്ല, അത് നമുക്ക് കാണില്ല. ഇപ്പോഴും അത് ലൈവായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന് രജിസ്ട്രേഷനൊക്കെ ഉണ്ട്. ഇപ്പം ഞാൻ സംസാരിക്കുന്നത് എൻ്റെ വീട്ടിൽ 3-ാം നിലയുടെ മുകളിൽ എനിക്ക് ഓഫീസുമാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ നിന്നിട്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്കിത്ര പറയാനുള്ളൂ, നമ്മുടെ യൂത്തിൻ്റെ എനർജി, നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് സർപ്ലസായി കിടക്കുന്ന നമ്മുടെ എനർജി ഉണ്ട്, മാനുവൽ എനർജി. ഇത് വേണ്ട മാതിരി മനസ്സിലാക്കിയതും ഉപയോഗിക്കുന്നതും നമ്മുടെ ചൈന, ജപ്പാനൊക്കെ ഉണ്ട്. ജപ്പാനിൽ സാങ്കേതിക വിദ്യയാണ് ഏറ്റവും മോസ്റ്റായിട്ട് ഇംപ്രൂവ്സ് വരുന്നത്. ചൈനയിലാണ് ഈ മാൻ പവറാണ്. ഓരോ രാജ്യക്കാരും അവർക്കൊരു സ്പെഷ്യാലിറ്റി ഉണ്ട്. അപ്പം ജപ്പാൻ പറഞ്ഞത് അവർ സാങ്കേതിക വിദ്യ, ചൈന പറഞ്ഞത് അവർ മാൻ പവർ മാക്സിമം യൂസ് ചെയ്യുന്നുണ്ട്. 90 വയസ്സ് എൻ്റെ ഫ്രണ്ട്സ് അവിടെ പോയപ്പോൾ 90 വയസ്സുള്ള ആളും എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിൽ നിന്ന് അവർക്ക് ചെറിയ ഇൻകം കിട്ടും. അതേമാതിരി നമ്മളിവിടെ എല്ലാവരും എൻഗേജ്ഡ് ആവാം. അത് ഏതെങ്കിലും സോഴ്സിൽ സാമ്പത്തിക സോഴ്സ് കിട്ടുന്നതിൽ എൻഗേജ്ഡ് ആയി കഴിഞ്ഞാൽ അവർക്ക് ടൈം പാസ്സായി, ഫിനാൻഷ്യൽ ഇൻകമായി, ഒപ്പം തന്നെ അവർ ഫിസിക്കൽ കാര്യങ്ങൾ നല്ല അതിലാവും ചെയ്യുക. എൻഗേജ് ആകുമ്പോൾ ഫിസിക്കൽ നല്ല ഇമ്പ്രൂവ്മെൻറ്റ്സ് ഉണ്ട്. ഒപ്പം തന്നെ നെഗറ്റീവ് ചിന്തകൾ ഒഴിവായി അത് അവരുടെ ആ സമയം അവരുടെ ഇതൊക്കെ നമുക്ക് രാജ്യത്തിന് മുതൽക്കൂട്ടായിട്ടും അങ്ങനെ വരാത്ത കാരണമാണ് ഇപ്പോൾ വളരെ കുറച്ച് ആൾക്കാർ മാത്രം എൻഗേജ്ഡ് ആവുന്നുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ അവരെ എനർജി കാര്യങ്ങളും സ്റ്റില്ലായിട്ട് നിൽക്കുക. നമുക്ക് 24 മണിക്കൂറുണ്ട്. അംബാനിക്കും അദാനിക്കും യൂസഫ് അലിക്കും പിന്നെ ആർക്കാലും ഇവിടെ ഇന്ത്യൻ പ്രധാനമന്ത്രിക്കും കേരള മുഖ്യമന്ത്രിക്കും ഒക്കെ 24 മണിക്കൂറുണ്ട്. പക്ഷെ ഓരോരുത്തർ അത് യൂട്ടിലൈസ് ചെയ്യുന്ന ഡിഫറെൻ്റ് മെത്തേഡുകളാണ്. അതിൻ്റെ ക്വാണ്ടിറ്റി, അതിൻ്റെ അളവ് വളരെ ഡിഫറെൻ്റാണ്. നമ്മൾ കിടന്നുറങ്ങിയാലും ഇരുന്നുറങ്ങിയാലും എന്തെങ്കിലും ചെയ്താലും 24 മണിക്കൂർ ഇങ്ങനെ സൂചി കറങ്ങിക്കൊണ്ടിരിക്കും. അത് രാവും പകലും കഴിഞ്ഞു പോവും. ഇതായിട്ട് വരിക. പിന്നെ എനിക്കൊരു പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ പലരും ഒരു കോളനിയാണോ മറ്റുള്ള അതാണെങ്കിൽ ഒതുങ്ങിക്കൂടിയിട്ട് അതിൻ്റെ ഉള്ളിൽ ചട്ടക്കൂടിൽ മാത്രം ഒരു പൊട്ടക്കുളത്ത് തവള പോലെ പലരും ജീവിക്കുന്നുണ്ട്. ഒരു കാര്യം മനസ്സിലായ, പണ്ട് രാജ്യമായിരുന്നു. ആ നാട്ടുരാജാവും അതിൻ്റെ സർക്കിളും അതിൻ്റെ കൃഷിയിടങ്ങളും വിട്ടിട്ട് ആരും പുറത്ത് പോകേണ്ടിയിരുന്നില്ല. കാലം പോയത്
അതിൻ്റെ അപ്പുറത്ത് കടന്നു ഒരു ഡിസ്ട്രിക്ട് ലെവലിലായി, പിന്നെ സ്റ്റേറ്റ് ലെവലിലായി, പിന്നെ പല സ്റ്റേറ്റിലും നമ്മുടെ ഒരു രാജ്യത്തിൻ്റെ ഇന്ത്യ ആണെങ്കിൽ അപ്പം നമ്മൾ ഒരു കുട്ടി നമ്മൾ പ്രതിനിധാനം ചെയ്യണത്. ഇപ്പം നമുക്ക് സ്പേസും കൂടിയും അക്കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പം അങ്ങനെയാണ് നമ്മുടെ ഇത് വേണ്ടത്. ഒരു കുട്ടി ഒരു മനുഷ്യ ജീവൻ്റെ അവൻ്റെ വ്യാപ്തി എന്ന് പറയുന്നത് അവൻ്റെ മനസ്സും അവൻ്റെ ശരീരം, അവൻ്റെ എനർജിയും അവൻ്റെ ടാലൻറ്റും നമ്മുടെ വേൾഡ് മാത്രമല്ല സ്പേസ് അടക്കം അക്കംപ്ലീറ്റ് ചെയ്തിരുന്നു. അതേമാതിരി നമ്മൾ ചിന്തിക്കണം, ഒരിക്കലും ഒതുങ്ങിവിടാൻ പാടില്ല. പിന്നെ ജാതീയമായിട്ടും മതപരമായിട്ടും ഒരിക്കലും ഒരു വേർതിരിവും പാടില്ല. എല്ലാവർക്കും ഒരു വോട്ടുള്ളൂ. ഒരു രാഷ്ട്രീയ പാർട്ടി ഒരിക്കലും ഒരു മതത്തിൻ്റെ പേരിലോ ജാതിയ പേരിലോ ഒരു കുറ്റം തള്ളിപ്പറഞ്ഞ് നിന്നിടാൻ പാടില്ല. നമ്മുടെ ഇന്ത്യയുടെ നമ്മുടെ കേരളത്തിൻ്റെ പുരോഗതി വെച്ചെങ്കിൽ എല്ലാ ജനങ്ങളുടെയും കൂട്ടായ്മയിലുള്ള പ്രൊഡക്ടിവിറ്റിയാണ്. എല്ലാവരുടെയും അതേമാതിരി കാണണം, എല്ലാവർക്കും അതിനുള്ള പ്രയോറിറ്റി കൊടുക്കണം. മനസ്സിലായ ഏതെങ്കിലും ഒരു സമുദായമോ അല്ലെങ്കിൽ കാസ്റ്റോ ലോ ലെവലിൽ ജീവിക്കുന്നുണ്ടെങ്കിൽ അവർ ഉയർത്തിക്കൊണ്ട് വന്നിട്ട് നമ്മുടെ രാജ്യത്തിൻ്റെ ഭാഗമാക്കിയാൽ മാത്രമാണ് അവരിലൂടെ ഡെവലപ്മെൻറ്റ്സ് വന്നിട്ട് നമ്മുടെ രാജ്യത്തിന് പുരോഗതി ഉണ്ടാവുള്ളൂ. അപ്പം ഞാനിപ്പോൾ എന്താ ചെയ്യുന്നത്, എൻ്റെ അറിവുകൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ട് പരമാവധി തൊഴിൽ കിട്ടേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട്. പക്ഷെ എല്ലാവരും അതിലേക്ക് ആയാൽ മാത്രമേ എനിക്ക് വല്ലതും ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ ആൾക്കാർ നമുക്ക് കാര്യങ്ങളൊക്കെ ഇത് വരണം. അപ്പോൾ ഇത്രയ്ക്ക് എനിക്ക് പറയാനുള്ളൂ. ഞാൻ ഇപ്പം നമ്മുടെ സിവിൽ എഞ്ചിനീയറിംഗ് വിട്ടിട്ട് ഡൈവേർട്ട് ചെയ്തിട്ട് പൊതുവായിട്ട് കാര്യങ്ങൾക്ക് എൻ്റെ മനസ്സും എൻ്റെ ബീഡിയൊക്കെ പോയിട്ടുണ്ട്. എൻ്റെ പല സുഹൃത്തുക്കളും പറയുന്നുണ്ട്, നിങ്ങൾ ഡൈവേർട്ട് ചെയ്ത് പോയി, അങ്ങനെ പോകാൻ പാടില്ല. നിങ്ങളുടെ കോർ എന്താണോ സിവിൽ എഞ്ചിനീയറിങ്ങും കൺസ്ട്രക്ഷനും മറ്റുള്ള കാര്യങ്ങളും റിയൽ എസ്റ്റേറ്റും അങ്ങനെയുള്ള കാര്യങ്ങളാണെങ്കിൽ JBM സക്സസ് ആണ്. അതിൽ ഒതുങ്ങിക്കൂടാ. ഒരു സാധാരണ ജനങ്ങളെ പോലെ നിങ്ങൾ ബിഹേവ് ചെയ്യാൻ പാടില്ല. അങ്ങനെയുള്ളൊരു മുന്നറിയിപ്പ് ഇന്നെൻ്റെ സുഹൃത്തും തന്നിട്ടുണ്ട്. അതിൻ്റെ പേരിൽ ഇനിയുള്ള വീഡിയോകളും ഇതൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് നമ്മൾ മുന്നോട്ട് പോകുള്ള എല്ലാവർക്കും ഓണാശംസകൾ. താങ്ക് യു. ഹലോ, ഐ ആം KT കുട്ടൻ, ദ മാനേജിംഗ് ഡയറക്ടർ JBM സക്സസ് സൊല്യൂഷൻ. ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനിത് ക്രിയേറ്റ് ചെയ്തതാണ്. ഓരോ ദിവസം കിട്ടുന്ന അറിവുകൾ അത് മിസ്സാവാതെ അത് കൂട്ടിവെച്ച് ഓരോ പ്രോജക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിൽ 5 സ്റ്റാർട്ടപ്പ് ചെയ്യാനുള്ള പ്രോജക്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എൻ്റെ കൺസ്ട്രക്ഷൻ കമ്പനി, എൻ്റെ ബ്രദേഴ്സ് എഞ്ചിനീയറിംഗ് ട്രെയിനിങ് സെൻറ്റർ, പഴമയിലൊരുമ എന്നുള്ള e-commerce, അതുപോലെ എല്ലാതും ഇത് മൊത്തമായിട്ട് നിങ്ങൾക്ക് വേണ്ടി കാഴ്ചവെക്കുക. ഇത് നല്ല നമുക്ക് എങ്ങനെ വേണമെങ്കിൽ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്ത് കേരളത്തിൽ 10 ലക്ഷം പേർക്ക് തൊഴിൽ കൊടുക്കാനുള്ള പ്രോജക്റ്റാണ് കേരളയിൽ വെച്ചിരുന്നത്. അതിനെപ്പറ്റി നമുക്ക് ഒരു ഇൻഫർമേഷൻ കിട്ടിയിട്ടില്ല. ഓക്കെ.